മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം യുഡിഎഫിന്. കോൺഗ്രസിലെ വത്സമ്മ സെബാസ്റ്റ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നുസൈബ സുധീർ രാജിവെച്ചിരുന്നു. ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ സമയത്ത്. കാരണം നറുക്കെടുപ്പിലൂടെയാണ് അന്ന് UDF പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നറുക്കെടുപ്പിലൂടെ തന്നെ വന്നു. അങ്ങനെ 1.5 വർഷക്കാലം വളരെ നല്ല രീതിയിലൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയം ഞങ്ങളുടെ കൂടെയുള്ള ഒരാളെ കള്ളത്തരം പറഞ്ഞ് ചാടിച്ചു കൊണ്ടുപോയി അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഭരണം ഏറ്റെടുത്തു. അതിനുശേഷം ഒരു നെറികെട്ട ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഒരു കാര്യവും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാത്ത, കിട്ടിയ ഫണ്ട് പോലും വേണ്ടത്ര രീതിയിൽ ചെലവഴിക്കാത്ത ഒരു ഭരണമാണ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഒരു 6-7 മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. എങ്കിലും ആ 7 മാസം കൊണ്ട് മറ്റുള്ളവർക്ക് ഉള്ള ഫണ്ട് അനുസരിച്ച് നല്ല പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഉത്തമ ബോധമുണ്ട്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ആദ്യം UDF, പിന്നെ LDF, വീണ്ടും UDF, അങ്ങനെയാണല്ലേ അവിടുത്തെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്? ഈ നുസൈബ സുധീറിന്റെ നിലപാടാണോ ഇവിടെ നിർണായകമായത്? തീർച്ചയായും ലക്ഷ്മി, അത് തന്നെയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇത് 4ാമത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ നടക്കുന്നത്. ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വത്സമ്മ സെബാസ്റ്റ്യൻ തന്നെയായിരുന്നു 2020 പഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നീട് PV അൻവറിന്റെ നേതൃത്വത്തിൽ ഒരംഗത്തെ UDF-ലെ ഒരംഗത്തെ അവിടെ നിന്നും കൂറുമാറ്റി ഭരണം അട്ടിമറിക്കുകയായിരുന്നു. തുടർന്ന് LDF ഭരണത്തിൽ വന്നു. ആ ഭരണമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും അൻവർ പോയപ്പോൾ വീണ്ടും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗത്തെ കൂറുമാറ്റി UDF-ന് ഇപ്പോൾ ഭരണം തിരിച്ച് നൽകിയിരിക്കുന്നത്. അതായത് PV അൻവറിന്റെ ഒരു ഇടപെടലും സ്വാധീനം തന്നെയാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ UDF-ന് ഭരണം ലഭിക്കാനും LDF-ന് ഭരണം നഷ്ടപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം UDF-ലെ വത്സമ്മ സെബാസ്റ്റ്യൻ, കോൺഗ്രസിന്റെ അംഗമാണ്. വത്സമ്മ സെബാസ്റ്റ്യൻ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി 6 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. എങ്കിലും തുടർന്നുള്ള UDF-ന്റെ ഒരു ഭരണമായിരിക്കും ചുങ്കത്തറ പഞ്ചായത്തിൽ ഉണ്ടാവുക എന്നുള്ള യാതൊരു തർക്കവുമില്ല. എന്തായാലും PV അൻവറിന്റെ ഇടപെടലും ആസൂത്രണവും തന്നെയാണ് ഈ ചുങ്കത്തറയിലെ അട്ടിമറികൾക്കെല്ലാം പിന്നിൽ നിന്ന് തന്നെ വിലയിരുത്താൻ കഴിയും. ലക്ഷ്മി, ഏതായാലും ചുങ്കത്തറയിൽ വിധി നിർണയിച്ചത് PV അൻവർ തന്നെയാണ്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ